സമാനതകളില്ലാത്ത വിമാന ദുരന്തത്തിന്റെ കാരണമറിയാൻ സമഗ്ര അന്വേഷണം പ്രഖ്യാപിക്കാൻ കേന്ദ്ര സർക്കാർ ഒരുങ്ങുകയാണ്. ബ്ലാക്ക് ബോക്സിൽ നിന്നുള്ള വിവരങ്ങൾ അതിനിർണായകമാണ്. ബോയിംഗ് വിമാന കമ്പനിയിൽ നിന്ന് കൂടുതൽ വിശദീകരണം തേടും. അന്വേഷണത്തിൽ അമേരിക്ക, UK ഏജൻസികളും ഇന്ത്യയുമായി സഹകരിക്കുന്നുണ്ട്. അജീഷ് ജയകുമാർ ഡൽഹിയിൽ നിന്ന് വിവരങ്ങൾ നൽകും. അജീഷ്, ഈ ബോയിംഗ് കമ്പനിയിൽ നിന്ന് വിവരങ്ങൾ ശേഖരിക്കാൻ ശ്രമിക്കുന്നുണ്ട്, പക്ഷേ എന്തെങ്കിലും വിവരങ്ങൾ അവർ നൽകുന്നില്ല. തന്നെയുമല്ല, ഇതിൽ ഈ വിമാനങ്ങൾ, ഈ ശ്രേണിയിലുള്ള മുഴുവൻ വിമാനങ്ങളും തൽക്കാലത്തേക്ക് താഴെ ഇറക്കി പരിശോധിക്കുന്നതടക്കമുള്ള കടുത്ത നടപടികളിലേക്ക് കേന്ദ്ര സർക്കാർ കടന്നേക്കുമെന്നൊക്കെ ചില മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്നുണ്ട്, ദേശീയ മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്നുണ്ട്. ഔദ്യോഗിക സ്ഥിരീകരണമില്ല. കടുത്ത നടപടികൾ, വളരെ സമഗ്രമായ അന്വേഷണം, അതിലേക്ക് നീങ്ങുകയാണ് കാര്യങ്ങളെന്ന് തോന്നുന്നു, അല്ലേ? വിജയകുമാർ പറഞ്ഞതുപോലെ തന്നെയാണ് ഈ ബോയിംഗ് വിമാനം, ഇത് 787 ഈ ശ്രേണിയിൽപ്പെട്ട ഈ വിമാനത്തിന്റെ കാര്യങ്ങൾ മുഴുവൻ പരിശോധിക്കാൻ എന്തായാലും തീരുമാനിച്ചിരിക്കുകയാണ് കേന്ദ്ര സർക്കാർ. വ്യോമയാന മന്ത്രാലയത്തിന്റെ വിദഗ്ധരടങ്ങുന്ന സംഘം കഴിഞ്ഞ ദിവസം തന്നെ അവിടെ ക്യാമ്പ് ചെയ്യുന്നുണ്ട്. നിലവിൽ കിട്ടുന്ന തെളിവുകളെല്ലാം തന്നെ ശേഖരിക്കുന്നുണ്ട്. എയർ ട്രാഫിക് കൺട്രോൾ സെന്ററിൽ നിന്ന് കിട്ടിയ തെളിവുകളെല്ലാം അവർ പ്രാഥമികമായി വിലയിരുത്തി കഴിഞ്ഞു. എന്തായാലും ഒരു വലിയൊരു അന്വേഷണത്തിലേക്ക് കടക്കാൻ തന്നെ തീരുമാനിച്ചിരിക്കുകയാണ്. അതിന്റെ ഒരു പ്രാരംഭഘട്ടം തുടങ്ങിക്കഴിഞ്ഞു. പക്ഷേ ഒരു വെല്ലുവിളിയായി നിൽക്കുന്നത് ബ്ലാക്ക് ബോക്സിന്റെ എല്ലാ ഉപകരണങ്ങളും കിട്ടിയിട്ടില്ല എന്നുള്ളതാണ്. ഒരു ഉപകരണം മാത്രമാണ്, FDR മാത്രമാണ് നിലവിൽ കണ്ടെത്താൻ കഴിഞ്ഞിട്ടുള്ളത്. അതിന്റെ മുൻവശത്ത് ഉള്ള, അതായത് കോക്പിറ്റിന്റെ ഭാഗത്തുള്ള റെക്കോർഡർ, CVR, കോക്പിറ്റ് വോയിസ് റെക്കോർഡർ ഇതുവരെയ്ക്കും കണ്ടെത്താൻ സാധിച്ചിട്ടില്ല. അതുകൂടി കണ്ടെത്തിയാൽ മാത്രമേ എന്താണ് ഈ കോക്പിറ്റിനകത്ത് അവസാനമായി അവർ എന്താണ് സംസാരിച്ചെന്നടക്കമുള്ള കാര്യങ്ങൾ മനസ്സിലാക്കാൻ വിദഗ്ധർക്ക് സാധിക്കുകയുള്ളൂ. അത് കിട്ടിയാൽ പോലും ശാസ്ത്രീയ പരിശോധനകളടക്കം നടത്തി ദിവസങ്ങൾ വേണ്ടിവരും ഒരു അന്തിമ ഒരു നിഗമനത്തിലേക്ക് എത്താൻ, എന്താണ് ഈ അപകടത്തിന് കാരണമെന്ന് കണ്ടെത്താൻ. എന്തായാലും ബോയിങ്ങിന്റെ ഈ വിമാന കമ്പനിയുടെ വിദഗ്ധരടക്കം ഇന്ത്യയിലേക്ക് എത്തുന്നുണ്ട്. അമേരിക്കയുടെ ഫെഡറൽ ഏവിയേഷൻ ഏജൻസി അഡ്മിനിസ്ട്രേഷൻ, അതിന്റെ ആൾക്കാരും എത്തുന്നുണ്ട്. അങ്ങനെ വിദഗ്ധരടങ്ങുന്ന സംഘം ഇന്ത്യയിലേക്ക് എത്തി ഇന്ത്യയുടെ വിദഗ്ധ സംഘവുമായി ചേർന്നായിരിക്കും ഒരു അന്വേഷണം നടത്തുക. നിലവിൽ ഈ ഫെഡറൽ ഏവിയേഷൻ അഡ്മിനിസ്ട്രേഷന്റെ മേധാവി കഴിഞ്ഞ ദിവസം ഒരു പ്രസ്താവന നടത്തിയിരുന്നു. അതായത് ഈ ബോയിങ്ങിന്റെ ഈ 787 ശ്രേണിയിൽപ്പെട്ട എല്ലാ വിമാനങ്ങളും താഴെ ഇറക്കുന്നതിനെ കുറിച്ച് ഇപ്പോൾ അത് ആലോചിക്കുന്നില്ല. അത് വളരെ മുൻവിധിയോടെയുള്ള ഒരു തീരുമാനമായിരിക്കുമെന്നാണ് അദ്ദേഹം പറഞ്ഞത്. അതുകൊണ്ട് എന്താണ് സംഭവിച്ചതെന്നുള്ളത് ഇന്ത്യയിൽ നേരിട്ടെത്തി ഇന്ത്യയുടെ വിദഗ്ധ സംഘവുമായി ചേർന്ന് പരിശോധിച്ചതിന് ശേഷം മാത്രമേ അത്തരത്തിലൊരു തീരുമാനത്തിലേക്ക് കടക്കൂ എന്നാണ്. നിലവിൽ അത്തരത്തിൽ ചില അഭ്യൂഹങ്ങളൊക്കെ നിലനിൽക്കുന്നുണ്ടെങ്കിലും ഔദ്യോഗികമായിട്ട് ഒരു സ്ഥിരീകരണവും വന്നിട്ടില്ല. ഇന്ത്യയുടെ ഭാഗത്ത് നിന്നും അത്തരത്തിലൊരു സ്ഥിരീകരണം വന്നിട്ടില്ല. എന്തായാലും ഈ ബ്ലാക്ക് ബോക്സ് കണ്ടെത്തണം എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. അത് കണ്ടെത്താനുള്ള നടപടികൾ ഇപ്പോഴും അവിടെ നടക്കുകയാണ്. ഫോറൻസിക് സംഘത്തിന്റെ അടക്കം പരിശോധനകൾ നടക്കുകയാണ്. DGCയുടെ വിദഗ്ധരടങ്ങുന്ന സംഘം അവിടെ ക്യാമ്പ് ചെയ്യുന്നുണ്ട്. മാത്രമല്ല, ഇന്ത്യയുടെ ഏവിയേഷൻ ആക്സിഡന്റ് ഇൻവെസ്റ്റിഗേഷൻ ബ്യൂറോയുടെ സംഘവും അവിടെ എത്തി അന്വേഷണം നടത്തുന്നുണ്ട്. എന്തായാലും അമേരിക്കയിൽ നടക്കുമുള്ള വിദഗ്ധ സംഘങ്ങൾ കൂടി എത്തിയ ശേഷമായിരിക്കും ഈ അന്വേഷണത്തിന്റെ അടുത്ത ഘട്ടത്തിലേക്ക് കടക്കുക. എങ്ങനെയാകും മുൻപ് സമാനമായി നടന്ന വിമാന അപകടങ്ങൾ, അതിന്റെ കൂടിയൊക്കെ ഒരു റെക്കോർഡുകൾ, ഒരു ഹിസ്റ്ററി വച്ചുകൊണ്ടായിരിക്കും ഈ വിമാന അപകടത്തിന്റെ ഒരു സാധ്യതയും അവർ അന്വേഷിക്കുക. അങ്ങനെ പല മേഖലയിൽ വ്യാപിച്ച് കിടക്കുന്ന ഒരു അന്വേഷണം, അതായത് വലിയ രീതിയിലുള്ള ഒരു അന്വേഷണം നടത്താനാണ് സിവിൽ ഏവിയേഷൻ മിനിസ്ട്രി ഇപ്പോൾ തീരുമാനിച്ചിട്ടുള്ളത്. അതിന്റെ പ്രാരംഭഘട്ടം ഇപ്പോൾ തന്നെ തുടങ്ങിക്കഴിഞ്ഞു. ഈ ബോയിംഗ് കമ്പനിയുടെ ഉന്നതരുമായി വാർത്താ ഏജൻസിയായ റോയിട്ടേഴ്സിന്റെ പ്രതിനിധികൾ സംസാരിക്കാൻ ശ്രമിച്ചു. അവർ പാരീസിൽ എയർ ഷോയിൽ പങ്കെടുക്കാൻ പോകാൻ തയ്യാറെടുക്കുകയായിരുന്നു. പക്ഷേ ആ യാത്ര മാറ്റിവെച്ച് ഇന്ത്യയിലെ അപകടത്തിൻ്റെ പശ്ചാത്തലത്തിൽ ഉന്നതതല യോഗങ്ങളൊക്കെ ഏർപ്പെട്ടിരിക്കുകയാണെന്നാണ് അവർ റോയിട്ടേഴ്സിനോട് പറഞ്ഞത്. അതിൽ പ്രാഥമികമായി എന്തെങ്കിലും ഒരു നിഗമനത്തിലേക്ക് കമ്പനി എത്തുന്നില്ല. പക്ഷേ ആ കമ്പനിക്കെതിരെ, അവരുടെ വിമാനങ്ങൾക്കെതിരെ, എയർക്രാഫ്റ്റുകൾക്കെതിരെ ഉയർന്ന ചോദ്യങ്ങൾ, അതിൻ്റെ സാങ്കേതിക തികവ് സംബന്ധിച്ച് ഉയർന്ന സംശയങ്ങളോട് കമ്പനി പ്രതികരിച്ചിട്ടില്ല എന്നത് പ്രധാനമാണ്. ഇന്ത്യയിലേക്ക് അവരുടെ എഞ്ചിനീയേഴ്സ് അടങ്ങുന്ന വിദഗ്ധർ വരും, ഇവിടെ ഒന്ന് പരിശോധന നടത്തി തീരുമാനങ്ങൾ എടുക്കുമെന്നാണ് അറിയിച്ചിരിക്കുന്നത്. ഒരു പക്ഷേ ഇന്ത്യയിൽ ഈ വിമാനങ്ങൾ, ഈ ശ്രേണിയിൽപ്പെട്ട വിമാനങ്ങൾ താഴെ ഇറക്കി സമഗ്രമായ പരിശോധന നടത്തുന്ന സാധ്യത കേന്ദ്ര സർക്കാർ, വ്യോമയാന മന്ത്രാലയം പരിഗണിക്കുന്നുണ്ട് എന്ന ചില റിപ്പോർട്ടുകളുണ്ട്. ഒരു പക്ഷേ പ്രാഥമിക അന്വേഷണം പൂർത്തിയായ ശേഷമായിരിക്കും അത്തരം കടുത്ത നടപടികളിലേക്ക് പോവുക എന്നും ആ റിപ്പോർട്ടിൻ്റെ തുടർച്ചയായി പറയുന്നു. അപ്പോൾ സമഗ്ര അന്വേഷണം ഉണ്ടാകുമെന്ന് ഉറപ്പാണ്. അതൊരു പക്ഷേ അതിൻ്റെ രൂപരേഖ ഇന്ന് പ്രഖ്യാപിച്ചേക്കും എന്നും ചില ഡൽഹി റിപ്പോർട്ടുകൾ വ്യക്തമാക്കുന്നു.